അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ ഫൈസൽ ഹസന്. തിബിയാൻ സ്കൂളിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോയിൽ വന്നത്. എൻ്റെ മോന് 3 വർഷമായിട്ട് ഇപ്പോൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വല്ലാത്തൊരു സന്തോഷമാണ്. ഒന്ന്, കുട്ടികൾക്ക് വിശുദ്ധ ഖുർആനോടുള്ള താല്പര്യം അതിയായി വർദ്ധിച്ചു. അതിലൊരു തരം ഇൻട്രസ്റ്റ് അവർ കണ്ടെത്തി എന്നുള്ളതാണ്. പഠിപ്പിച്ച കാര്യങ്ങൾ മാത്രമല്ല, അല്ലാത്ത കാര്യങ്ങളും ഇങ്ങനെ കണ്ടെത്തുകയും അത് പഠിക്കുകയും അത് ഓർമ്മിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് കുട്ടികൾ വളരുന്നു. പ്രത്യേകിച്ചും പഠിക്കുമ്പോൾ സൂറത്ത് പഠിക്കുന്നു. അതൊന്നും അവർക്ക് പഠിക്കാനുള്ളതല്ല. പക്ഷെ ആ സൂറത്തിന്റെ എത്രാമത്തെ സൂറത്താണ്, ആ സൂറത്തിൽ എത്ര ആയത്തുണ്ട്, അങ്ങനെയൊക്കെ ഞാനത് ശ്രദ്ധിച്ചത് എപ്പോഴാന്ന് വെച്ചാൽ ഒരിക്കൽ എന്നോട് മോൻ ചോദിച്ചു, നിങ്ങൾക്ക് അൽബക്കറ അറിയോ? അപ്പോ അൽബക്കറ, എനിക്ക് അൽബക്കറ 286 ആയത്ത് പറയുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഞെട്ടിപ്പോയി. അപ്പൊ 286 ആയത്താണ് അതിലുള്ളത് എന്നുള്ളത്. അപ്പൊ എനിക്ക് അതും അതിന് ബാക്കിയുള്ളതൊക്കെ അങ്ങനെ അതിങ്ങനെ മുസാഫിർ നോക്കിയിട്ടും അല്ലാതൊക്കെ ഇങ്ങനെ ഓർത്തെടുത്ത് അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കാഫിരീൻ വരെ അറിയാന്നൊക്കെ ചോദിച്ചു. അപ്പൊ അതിന്റെ അവസാനത്തെ ആയത്ത് കാഫിരീനാണ്. അപ്പൊ ഇത്ര ഖുർആനോടുള്ള വല്ലാത്തൊരു താല്പര്യം, അതാണ് തിബിയാൻ സ്കൂൾ നൽകിയത് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ചെറിയ പ്രായത്തിൽ തന്നെ സിലബസിൽ തന്നെ ഇപ്പോ യാസീന് മുഴുവനായിട്ട് പഠിക്കാറുണ്ട്. പിന്നെ ദുഹായുടെ താഴെയുള്ള സൂറത്തുകൾ. എന്നാല് അവർക്ക് സജിദ, ദുഹാൻ ഇതൊക്കെ അവർക്ക് നോക്കി വന്നാൽ പഠിക്കണം എന്ന് മാത്രമല്ല, ഖുർആനിലെ മറ്റു ഭാഗങ്ങളും ചിലപ്പോൾ സ്വന്തമായിട്ടും അല്ലാതെയൊക്കെ പഠിക്കുന്നു. ചിലപ്പോൾ ആയത്തിന്റെ നമ്പറൊക്കെ, ചില ആയത്തുകളൊക്കെ പറഞ്ഞാൽ അവരിങ്ങനെ ഓരോ വഖഫ് ഉണ്ട് അവർക്ക്. ഇന്ന് 5 ആയത്ത്, നാളെ 10 ആയത്ത്, അങ്ങനെ എത്ര ആയത്താണ് എടുത്തത്. അപ്പൊ ആ എടുത്തതും വെച്ചതൊക്കെ ആയത്തിന്റെ നമ്പർ അടക്കം അവർക്ക് കാണാപ്പാടാണ്. പിന്നെ ജീവിതവുമായി ബന്ധപ്പെട്ട മറ്റു നിഷ്ഠകൾ, വീട്ടിലേക്ക് കയറുമ്പോ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ, ബാത്റൂം കയറുമ്പോ, ഇതൊക്കെ പലപ്പോഴും നമ്മൾ പറഞ്ഞു കൊടുക്കാതെ തന്നെ അത് ചെല്ലാനും ഇതിനൊക്കെയുള്ള ഒരു പ്രവണത കുട്ടിയിൽ വളരുന്നു, കാണുന്നു എന്നുള്ളത് ഭയങ്കര സന്തോഷം. ഇത് മാത്രല്ല, പിന്നെ അറബി ഭാഷ, ഉച്ചാരണ ശുദ്ധി, സിഫാത്തുകള്, അതൊക്കെ അതിന്റെ ആ ഒരു കറക്റ്റ്നെസ്. ഒരിക്കലും സ്വാഫാത്തി സൂറത്ത് വന്ന സമയത്ത് ദുഹൂറ എന്നുള്ളടത്ത് അവിടെ നിർത്തിയാണെന്നാണ് അവന് മതി. അപ്പൊ ഞാൻ ചോദിച്ചത് എന്താ ദുഹൂറിന്റെ അവിടെ നിർത്തിയത്? അപ്പൊ പറഞ്ഞാൽ മിശാരി അങ്ങനെയാണ് ഓതാറുള്ളത്. അപ്പോ കാര്യങ്ങൾ അവര്